ആരാ? എന്താ നിന്റെ പേര്? ഞാൻ തെക്കൻകാട്ടിൽ നിന്നാ. എന്റെ പേര് ടുട്ടു. എന്റെ കൂട്ടുകാരെ ഒരു വേട്ടക്കാരൻ പിടിച്ചുകൊണ്ടു പോയിരിക്കുന്നു. ഞാൻ അവരെ അന്വേഷിച്ചിറങ്ങിയതാ. എന്റെ പേര് കുഞ്ചു. പിന്നെ ടുട്ടു പറഞ്ഞ വേട്ടക്കാരൻ, അയാളുടെ പേര് ഡിസൂസ എന്നാണ്. അപ്പോ കുഞ്ചുവിന് അയാളെ അറിയാം? അതെ, അറിയാം. തന്റെ കൂട്ടുകാർ ആരൊക്കെയാ? സിംഗു, ചോട്ടു, ഡൂഡു. ഞങ്ങൾ വലിയ ചങ്ങാതിമാരും പാട്ടുകാരുമാണ്. ഞങ്ങൾക്ക് ഒരു ട്രൂപ്പ് തന്നെയുണ്ട്. എനിക്ക് പാട്ട് വളരെയധികം ഇഷ്ടമാണ്. ഞാൻ ചെറുതായി പാടാറുമുണ്ട്. പിന്നെ നീ ചോദിച്ച നിന്റെ കൂട്ടുകാരെല്ലാം ഇപ്പോൾ എൻ്റെ വീട്ടിലാണ്. അവർ എൻ്റെ മുത്തച്ഛൻ്റെ കൃഷിപ്പണിക്കാരാണ്. എന്നാ പിന്നെ നമുക്ക് ഇപ്പോൾ തന്നെ കുഞ്ചുവിന്റെ വീട്ടിലേക്ക് പോകാം. എനിക്കവരെ കാണാൻ കൊതിയാവുന്നു. ഡേ, എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. ആരാ ഈ വന്നിരിക്കുന്നതെന്ന്? കുഞ്ചു, തന്റെ മുത്തച്ഛൻ ഇവരെ ഇവിടെ കഷ്ടപ്പെടുത്തുകയാണല്ലേ? ഈ ജോലികളൊക്കെ മനുഷ്യർക്ക് ചെയ്തുകൂടെ? മടിയന്മാർ. ആരെയും കിട്ടില്ല. എല്ലാവരും IT മേഖലയിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലുമാ കാശിനായി നെട്ടോട്ടം ഓടുന്നത്. ഞാൻ പഠിക്കാനും പോകുന്നുണ്ട്, ഇവരുടെ കൂടെ പണികളൊക്കെ ചെയ്യാറുമുണ്ട്. ഞാനിതൊരു ശീലമാക്കിയെടുക്കുക. എനിക്ക് മടിയൊന്നുമില്ല കേട്ടോ. ശരിയാ, ഇപ്പോഴത്തെ കുട്ടികൾ കുഞ്ചുവിനെ കണ്ട് പഠിക്കണം. ഇവൻ വളരെ നല്ല കുട്ടിയാട്ടുട്ടു. എല്ലാ കാര്യങ്ങൾക്കും മിടുക്കനാ. അതെ അതെ, പഠിക്കാനും പാടാനും പണികൾ ചെയ്യാനും ഒക്കെ മിടുക്കനാ. ഇന്ന് മുതൽ നമ്മൾ 5 പേരും ഒരു ടീമാണ്. നല്ല കൂട്ടുകാരാണ്. അല്ല, ടുട്ടുവിന്റെ കയ്യിൽ ട്രിപ്പിൾ ഡ്രംസ് ഉണ്ടല്ലോ. നിങ്ങളുടെ പക്കലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എവിടെയാ? ഞങ്ങളുടെ ഡ്രംസും കീബോർഡും ഗിറ്റാറും എല്ലാം ആ ഡിസൂസയുടെ താവളത്തിലാ. ഇനി എങ്ങനെയാ അത് കിട്ടുക? എത്ര ദിവസമായി നമ്മൾ ഒത്തൊരുമിച്ച് പാട്ടുപാടിയിട്ട് കൊതിയാവുന്നു. ആ സാധനങ്ങളൊക്കെ കിട്ടിയാൽ നമുക്ക് ഒരുമിച്ച് പാടാമായിരുന്നല്ലേ കുഞ്ചു? അതെ, നമുക്കതിനുള്ള വഴി കാണണം. അതെല്ലാം നമുക്ക് അവിടെ നിന്ന് എടുക്കണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് സ്റ്റാർ സിംഗർ പരിപാടിയിൽ പങ്കെടുക്കണം. അതിനായി നമുക്ക് പ്രാക്ടീസ് ആരംഭിക്കുകയും വേണം. പെട്ടെന്ന് തന്നെ നമുക്കത് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ആ ലൂസ് അതെല്ലാം അടിച്ചു പൊളിച്ച് നശിപ്പിക്കും. ശരിയാ. ഒരെണ്ണത്തിനെയും കാണുന്നില്ലല്ലോ. ആ, നോക്കാം. നന്നായി വായിക്കുന്നുണ്ടല്ലോ. താങ്ക് യു. ലൂസിന് ഇത് വായിക്കാൻ മാത്രമല്ല, നന്നായിട്ട് തോക്കുന്നം പിടിക്കാനും അറിയാം. അതെയോ? എനിക്ക് നന്നായിട്ടറിയാം. അറിയാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? തന്റെ മിടുക്ക് ഞങ്ങൾക്കൊന്ന് കാണിച്ചു താലൂസേ. ഓക്കെ ഓക്കെ. ലൂസേ, ദാ ആ കാണുന്ന പൊന്തക്കാട്ടിൽ ഒരു അടയാളം കണ്ടില്ലേ? യെസ്, ആ അടയാളത്തിൽ കൃത്യമായി കൊള്ളണം. എന്നാ വെടിവെച്ചോളൂ. അത്രയുള്ളൂ. ഇതാ ഞാൻ റെഡി. അയ്യോ, ഹൗ.
പാവം ഡിസൂസ മയങ്ങി ഉറങ്ങട്ടെ, നമുക്ക് പോകാം. അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ, ഹെൽപ്പ് പ്ലീസ്, ഹെൽപ്പ് പ്ലീസ്. താൻ അവന്മാരോടൊപ്പം കൂടി എന്നെ വെടിവെച്ചിട്ട് ഓടി രക്ഷപ്പെടുന്നോ? വിടില്ല ഞാൻ അവന്മാരെ. എന്റെ പദ്ധതികളൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നോ? ഇല്ല. അയ്യോ രക്ഷിക്കണേ. എന്റെ ലക്ഷ്യം നിറവേറ്റാതെ ഞാൻ ഇവിടം വിടുന്ന പ്രശ്നമില്ല. കോടികളാണ് എന്റെ കയ്യിൽ വരാൻ പോകുന്നത്. ഹും. അവന്മാരെ എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ഡിസൂസ. നമ്മുടെ പിള്ളേർ എവിടെ തന്നെ ഇല്ലേ? ഓ ഉണ്ടല്ലോ, അവർ പാട്ട് പാടാനുള്ള ഒരുക്കത്തിലാ. സ്റ്റാർ സിംഗർ പരിപാടിക്ക് പോകാനായി പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരും വലിയ സന്തോഷത്തിലാ. ഓക്കെ സർ, സ്റ്റാർട്ട്. അട്ടഹസിക്കാതെ അവരെ എടുത്ത് വണ്ടിയിൽ കയറ്റ്. ശരി സർ. സോറി മൈ ബോയ്സ്, ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. എന്റെ പക്കൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നോ? ഞാൻ ആരാണെന്ന് ശരിക്കും നിങ്ങൾക്കറിയില്ല. ഞാൻ പല പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്റെ ദൗത്യം പൂർത്തീകരിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ. നിങ്ങളെ കൊണ്ട് എനിക്ക് പല ജോലികളുമുണ്ട്. ഞാൻ ഡിസൂസയല്ല. ലൂസേ, നമ്മുടെ ദൗത്യത്തിനുള്ള സമയമായിരിക്കുന്നു. പെട്ടെന്ന് റെഡിയാകൂ. എല്ലാവരെയും വണ്ടിയിൽ കയറ്റൂ. എല്ലാം കഴിഞ്ഞ് നമുക്ക് ഉടനെ തന്നെ ഈ രാജ്യം വിടണം. ഫാസ്റ്റ്. അമേരിക്കയിൽ നിന്നും കേരളത്തിലേക്ക് കടന്ന അന്താരാഷ്ട്ര ഭീകരനെ തേടി കേരള പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. പല നാടുകളിലും വ്യത്യസ്ത വേഷങ്ങളും പേരുകളും ഉപയോഗിച്ച് ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇയാളുടെ യഥാർത്ഥ പേര് ജഗ്ഗൂസ് എന്നാണ്.
കേരളത്തിൽ ഡിസൂസ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാടുകളിൽ നിന്നും മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് ചാവേറുകളാക്കി സ്ഫോടനങ്ങൾ നടത്തുകയാണ് ഇയാളുടെ പ്രധാന ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണമെന്നും പോലീസ് ലുസേ, അറിയിച്ചു. എല്ലാം റെഡിയല്ലേ? കമോൺ ഫാസ്റ്റ്, കമോൺ. പോലീസ് ഇവിടെ എത്തും മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. വേഗം. ഡിസൂസയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടോളൂ. നിൽക്കവിടെ. രക്ഷപ്പെടുന്നോ? നിൽക്കാൻ. പെട്ടെന്ന് എല്ലാവരും ജീപ്പിൽ കയറൂ.